വിക്രമ, ആ രാജുവിനെ രാധയെയും ശരിപ്പെടുത്താൻ ഒരു സൂത്രം ഞാൻ കണ്ടുപിടിച്ചടാ. എന്തോന്ന് സൂത്രം? തല്ലുകൊള്ളുന്ന പണിക്കാണെങ്കിൽ ഞാനിനി ഇല്ല. എടാ മണ്ടാ, ഇത് തല്ലുകൊള്ളുന്ന വിധിയൊന്നുമല്ല, നല്ല ഉഗ്രൻ സൂത്രം. ലുട്ടാപ്പിയെ കൂട്ടുപിടിക്കുക. ലുട്ടാപ്പിയോ? അവനാരാ? ഒരു മിടുക്കൻ കുട്ടിച്ചാത്തനാണ് ലുട്ടാപ്പി. കുട്ടൂസൻ എന്ന മന്ത്രവാദിയുടെ അടിമയാണവൻ. വാ, നമുക്ക് ഇപ്പോൾ തന്നെ കുട്ടൂസനെ ചെന്ന് കാണാം. കൊള്ളാം, ലുട്ടാപ്പിയെ കിട്ടിയാൽ പിന്നൊന്നും പേടിക്കാനില്ല. വിക്രമ, കുട്ടൂസൻ ഭയങ്കര ദേഷ്യക്കാരനാ. ദേഷ്യം വന്നാൽ കണ്ണും മൂക്കും കാണില്ല, സൂക്ഷിച്ചോടെ. വിക്രമ, അതാണ് കുട്ടൂസന്റെ വീട്. കൊള്ളാമല്ലോ, ഇത് നല്ല വീട് തന്നെ. ഇത് ഞാനാ ഡാഗിനി. അല്ല, ഇതാര്? ഡാഗിനിയോ? വരണം വരണം. കുട്ടൂസ, ആ മായാവിയെ കൊണ്ട് മടുത്തു. അവന്റെ കൂട്ടിന് കുരുത്തം കെട്ട 2 പിള്ളേര് കൂടി ഉണ്ട്. നീ ആ ലുട്ടാപ്പിയെ എന്റെ കൂടെ വിട്, ഞാൻ മായാവിയെ ഒന്ന് പിടിക്കട്ടെ. ആദ്യം ആ പിള്ളേരെ പിടിച്ചാലേ അവനെ പിടികൂടാൻ പറ്റൂ. ഇത്രേ ഉള്ളോ കാര്യം? അതിനൊരു പണിയുണ്ട്. ഭിം ഭൂം ലുട്ടാപ്പി, ഭൂം ഭീം ലുട്ടാപ്പി. എടാ ലുട്ടാപ്പി, നിന്റെ മാന്ത്രിക പൂച്ചയെ കൊണ്ടുപോവാടാ. മിടുക്കൻ. ഡാഗിനി, ഒരു തലമുടി ഇങ്ങ് തരൂ. ഈ പൂച്ചയുടെ കഴുത്തിൽ കെട്ടാനാണ്. ഡാഗിനിയുടെ തലമുടി ഈ പൂച്ചയുടെ കഴുത്തിൽ കെട്ടി. ഇനിയാണ് സൂത്രം. ഇതാ നോക്കിക്കോ. ഹും ഭീം. ഈ പ്രതിമ തലകുത്തിയാൽ അമ്മൂമ്മയെ തലകുത്തും. കണ്ടില്ലേ? ഈ പ്രതിമയിൽ ആരുടെയെങ്കിലും മുടി കെട്ടിയാൽ അതിനെന്ത് ചെയ്താലും മുടിയുടെ ഉടമ അത് അനുഭവിക്കും. ഇപ്പോൾ മനസ്സിലായോ? മാന്ത്രിക പൂച്ചയെ ഉപയോഗം കഴിഞ്ഞാൽ തിരിച്ചു തരണം. ഇതാ. മായാവിയെ പിടികൂടിയാൽ ആ നിമിഷം തന്നേക്കാം കുട്ടൂസ. ഇനി നമ്മുടെ കാര്യം ജയിച്ചു. പോലീസ് ഐജിയുടെ ഒരു മുടി കിട്ടിയിരുന്നെങ്കിൽ ഏമാൻ അറ്റൻഷനായി തലകുത്തി നിൽക്കുന്നത് കാണാമായിരുന്നു. ഏടാ വിക്രമ, ഇനി ആ പിള്ളേരുടെ മുടി കിട്ടണമല്ലോ. അത് ഞാൻ ഏറ്റു. അമ്മൂമ്മ നടന്നോളൂ, മുടിയുമായി ഞാൻ ഉടനെ എത്തിയേക്കാം. ഭാഗ്യം, പിള്ളേര് സ്ഥലത്തുണ്ട്. അയ്യോ രാധേ, വിക്രമൻ എന്തിനാ നമ്മുടെ മുടി പിടിച്ചു വലിച്ചത്? എന്തായാലും സൂക്ഷിക്കണം. നമുക്ക് മായാവിയെ വിളിക്കാം. ഓം ക്രീം കുട്ടിച്ചാത്ത, ഓം ക്രീം കുട്ടിച്ചാത്ത. രാജു, രാധേ, എന്തിനാ രാജു എന്നെ വിളിച്ചത്? മായാവി വിക്രമൻ ഞങ്ങളുടെ മുടിയിൽ പിടിച്ചു വലിച്ചിട്ട് ഓടി. എങ്കിൽ സൂക്ഷിക്കണം, എന്തോ ചതിയുണ്ട്. ഞാൻ പോയി നോക്കിട്ട് വരാം. ഇതാ അമ്മൂമ്മേ, ആ പിള്ളേരുടെ തലമുടി. ഇത്ര വേഗം കിട്ടിയോ? വെടുക്കൻ. ബാക്കി കാര്യം ഞാൻ ലുട്ടാപ്പി നോക്കിക്കോളും. ലുട്ടാപ്പിയോ? എങ്കിൽ സൂക്ഷിക്കണം. ഇന്നു രാത്രി 10 മണിയാകുമ്പോൾ ഞാൻ പൂച്ച പ്രതിമയെ എടുത്ത് തല കുത്തനെ നിലത്തൊരു ഒറ്റ അടി. അതോടെ രാജുവും രാധയും ബോധം കെടും. നീ ഉടനെ അവരെ എടുത്തുകൊണ്ടുവരണം. ആ പിള്ളേർക്ക് ബോധം തെളിഞ്ഞാൽ ഉടൻ മായാവിയെ വിളിക്കും. അതൊക്കെ ഞാൻ ഏറ്റു അമ്മൂമ്മേ. മായാവി വരും, എന്റെ പിടിയിലാകും. ഞാൻ ഇവിടെ ഇരിക്കാം, നിങ്ങൾ പോയിട്ട് വരൂ. ഓഹോ, ഇതാണല്ലേ സൂത്രം. പണിയുണ്ട്. അദൃശ്യനായ മായാവി ചെയ്തതൊന്നും ഡാഗിനിയും കൂട്ടരും അറിഞ്ഞില്ല. വിക്രമന്റെയും മുത്തുവിന്റെയും മുടിയിഴകൾ പൂച്ചപ്രതിമയിൽ ഇതിനിടെ മായാവി കെട്ടിക്കഴിഞ്ഞു. വേഗം വാ മുത്തു, മണി 12 ആ പിള്ളേർ തലകുത്തിരി വീഴ്ചയുണ്ട്. സമയമായി. ആദ്യം ഒരിടി തന്നെ കൊടുക്കാം. അയ്യോ അയ്യോ, ഇതെന്താ? അയ്യോ അയ്യോ. വിക്രമം വരേണ്ട സമയം കഴിഞ്ഞല്ലോ. എന്തു പറ്റിയോ ആവോ? ചെന്ന് നോക്കാം. ഡാഗിനിയും വരുന്നുണ്ട്. അയ്യോ, എന്റെ പൂച്ചപ്രതിമ. വിക്രമനും മുത്തുവും ഇപ്പൊ എന്റെ പിന്നാലെ പറക്കുകയായിരിക്കും. അയ്യോ, കൊള്ളാം, ഉഗ്രൻ ഡാൻസ്. ഇവരുടെ മുടി മാറ്റി പകരം വിക്രമന്റെയും മുത്തുവിന്റെയും മുടി വച്ചത് നന്നായി.